ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം രാവിലെ 7:30 ആട്ടോ. ഇന്ന് മഞ്ഞൊന്നുമില്ല വയലിൽ, അല്ലെങ്കിൽ നല്ല മഞ്ഞായിരിക്കും. ഇന്ന് ഞാൻ ചെടി എടുക്കാൻ പോവാട്ടോ. ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട്. ഇന്ന് ചെടി എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങി. ഇത് കണ്ടോ, ദൂരെ തേറുമാടം, അത് ഞങ്ങളുടെ ആട്ടോ. ഇവിടെ വയലിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്തൂടെ റോഡുണ്ട്, അവിടെ റോഡ് പണിയാണ്. അപ്പം വയലിൻ്റെ അപ്പുറത്താണ് വണ്ടി, അപ്പം അങ്ങോട്ട് പോവാണ്. എൻ്റെ പിന്നാലെ ഇതാ ഇവനും ഉണ്ട്. റോഡ് വരെ വരും, വെറുതെ വരുന്നതാ. അങ്ങനെ ഇതാ റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ വീട് ഞാൻ താമസിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ, രാവിലെ മഞ്ഞൊക്കെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ ഇതാ നല്ല വെള്ള കളർ ശംഖുപുഷ്പമൊക്കെ ഉണ്ട്. നല്ല ഇവിടെ നോക്കിയാലും ഫ്ലവർ ഉണ്ടാവും ഏത് വീട്ടിലും. അപ്പോൾ ഇതാ വണ്ടി എടുത്ത് ഇതാ നമുക്ക് പോവാട്ടോ. അപ്പോൾ പെട്രോൾ കുറവാണ്, വഴിയിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ചു. പോകുന്ന വഴി നല്ല ഭംഗിയാണ് കേട്ടോ, വലിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ട്. ഇതാണ് ഞാൻ കേട്ടോ. നല്ല ചൂടല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നിറയെ പൂമരങ്ങളും ഒക്കെ ഉണ്ട്. എൻ്റെ ഒപ്പം ഇന്ന് മോനും ഇല്ല, മോളും വന്നിട്ടില്ല. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അവനെ നീറ്റിട്ടില്ല, നല്ല ഉറക്കം. ഇതുണ്ടോ പൂമരങ്ങൾ. പോകുന്ന വഴി നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ എന്തോ പോലെയല്ലേ. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ഒറ്റയ്ക്ക് പോവാം, പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് പോവാം. ഇതിപ്പോൾ ഒരു പാലാണ് കേട്ടോ, വരത്തൂർ എന്ന് പറയും സ്ഥലത്തിന്. അപ്പം ഞാൻ ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഇവിടെ അടുത്തൊരു തെറപ്പി നഴ്സറി ഉണ്ട്, അവിടെ ഞാൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട്. ഒരു 2-3 നഴ്സറിയൊക്കെ ഉണ്ട് ചെടീൻ്റെ. അതിൽ പല സമയത്തും പല സ്ഥലത്ത് പോവും. അങ്ങനെയൊക്കെയാണ്, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് എന്നില്ല. എവിടെ നിന്നാണോ എനിക്ക് ചെടിക്ക് ഓർഡർ കിട്ടുന്നത് അവിടെ പോയിട്ട് എടുക്കുക ചെയ്യാം. കഴിഞ്ഞ തവണ ഞാൻ ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടിരുന്നു. അപ്പം കുറച്ച് ഓർഡർ കിട്ടിയിരുന്നു എനിക്ക്. അപ്പം അവിടേക്ക് പോവാന്ന് വെച്ച്. പോകുമ്പോൾ എന്തായാലും എനിക്ക് ഓർഡർ ഉള്ളതിനും കൂടുതൽ ഞാൻ എടുത്തു പോകും. കാരണം ചെടികൾ കാണുമ്പോൾ ഞാൻ വെറുതെ നിൽക്കൂലേ, വേഗം വാങ്ങിച്ചിട്ട് ഈ കൊടുക്കുന്ന ചെടിയുടെ ലാഭം മുഴുവൻ അങ്ങനെ പോവും. ഇതുണ്ടോ, ഇവിടെ ഒരു ഫാൻറ്റം റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കാണാൻ. നല്ല ഭംഗിയാണ്. ആ ഒരു പാറക്കെട്ടാണ് കേട്ടോ, കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയാണ് ആ സ്ഥലം. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ തുറന്നിട്ടില്ല, ലോക്കാണ്, 10 മണിയാവുമെന്ന് പറഞ്ഞു കേട്ടോ. ഒരു 2 പാറക്കെട്ടുകൾ അങ്ങനെ അട്ടിക്ക് നിൽക്കുക, നല്ല ഭംഗിയാണ് കാണാൻ. ഇതുണ്ടോ, ഇവിടെ നല്ല ഭംഗിയാട്ടോ. അതിൻ്റെ താഴെയാണിത്, ആ ഫാൻറ്റം റോക്ക് എന്ന് പറയുന്നതിൻ്റെ താഴെയായിട്ട് വരും ഈ സ്ഥലം. ഇത് ഞാൻ കാണിച്ചു തരാം, എനിക്ക് സമയം കുറവാണ്, എന്നാലും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ വന്നിട്ട് കഴിഞ്ഞ തവണ ഞാനും മോനൊക്കെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ, പാറക്കെട്ടുകളും വെള്ളവും ഒക്കെ ആയിട്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും, അത്രയും ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് ഇനി പിന്നെ കാണിക്കാം. പോകുന്ന വഴിക്ക് നോക്കി ഒരു മരത്തിൽ കുത്തു വെച്ചതുപോലെ കായുണ്ടായി. പിന്നെ ഇത് കാട്ടുമുല്ല തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് വേഗം പോവാം, കാരണം നല്ല ചൂടല്ലേ. പോകുന്ന വഴിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എനിക്കത് നല്ല ഭംഗി തോന്നി. പക്ഷെ ഇവിടെ കണ്ടോ
വേസ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത്. ബസ് സ്റ്റോപ്പാണിത്. നല്ല തണലായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. അപ്പോൾ തരപ്പേൽ നഴ്സറിക്ക് ഇനി ഇവിടുന്ന് 6-7 കിലോമീറ്റർ ഉണ്ട്. പോകുന്ന വഴിയിലാണ് നമ്മുടെ അമ്പലവയൽ. കണ്ടോ? അല്ലെങ്കിൽ റോഡിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കണ്ടു കുറച്ച് വള്ളിച്ചെടി. അപ്പോൾ നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മളുടെ ജേഡ് വൈനാട്ടോ. ഫ്ലവറൊന്നുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് പോകണം. ഈ ഒരു സ്ഥലവും നല്ല ഭംഗിയാണ് കാണാൻ, മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആമീസ് ഗാർഡനിലേക്കാട്ടോ. അവിടുന്ന് ഞാൻ കുറച്ച് വാട്ടർ ജാസ്മിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ഇട്ടിരുന്നു. സത്യം പറയണമെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം വരുന്നത്. പിന്നെ നമ്മൾക്ക് കസ്റ്റമർ ചോദിക്കുമ്പോൾ കൊടുക്കണമല്ലോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതിനായിട്ട് വരാം. അപ്പോൾ ഇതാ ഇവിടെ എത്താനായിട്ടുണ്ട്. ഇവിടെ തന്നെയാണ്, ഇതായി കാണുന്നത് തന്നെയാണ് ആമീസ് ഗാർഡൻ. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പക്ഷേ റീസെയിൽ ചെയ്യുന്നവർക്കൊക്കെ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതാ ഇവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കൂടുതൽ ടൈം ഇല്ലാത്തതുകൊണ്ടേ. ബട്ടർഫ്ലൈ കണ്ട പൂക്കളിന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ ചെടിക്ക് ഈ ഫ്ലവറിന് നല്ല സ്മെല്ലാട്ടോ. ഗന്ധരാജ എന്നൊക്കെ പറയും. ഇവിടെ നിന്ന് നോക്കിയാൽ അതാ വലിയ കുന്ന് കാണാം കേട്ടോ, പാറക്കെട്ടുകളായിട്ട്. കണ്ടോ? ഇവിടൊക്കെ കുറച്ചും കൂടെ സമയമായാൽ നല്ല വെയിലായിരിക്കും. ഇതാ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ മെലസ്റ്റോമയൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ? പിന്നെ ഇത് പുതിയൊരു ടൈപ്പ് യെസ്റ്റർഡേ ടുമോറോ കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് കൂടുതൽ സ്മെല്ല് എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ. കണ്ടോ? അതിൻ്റെ ലീഫിനൊക്കെ ഒരു മാറ്റമുണ്ട്, നിറയെ ഫ്ലവറുണ്ട്. പിന്നെ ഈ ചെടി ഇത് നല്ല സ്മെല്ലാട്ടോ. ഇതിലെപ്പോഴും തേനീച്ചൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അലോഷ്യ എന്ന് പറയും. പിന്നെ ഇത് നമ്മുടെ ഹണി സർക്കിൾ. ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. റംഗൂൺ പ്ലാന്റ്. ഇത് നമ്മൾ നല്ല കാട് പോലെ വളർന്ന് പിടിക്കണല്ല, ബുഷായിട്ട് തന്നെ ഫ്ലവർ ഉണ്ടാവുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് കൂടുതൽ ടൈമില്ല എല്ലാം കാണിക്കാനായിട്ട്. പിന്നെ വരുമ്പോൾ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ കുറച്ച് കാണിക്കുന്നുള്ളൂ ചെടികളൊക്കെ. ഇതുണ്ട് നമ്മളെ യെല്ലോ മെലസ്റ്റോമ. ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. കുന്നിലെ ഫ്ലവർ ചെയ്തിട്ട് മെക്സിക്കൻ വൈന്, ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൽ റെഡും വരുന്നുണ്ട്, ബ്ലൂവും വരുന്നുണ്ട്. ഇവിടെ റെഡ് ഫ്ലവർ ചെയ്ത് കണ്ട്. ഒരുപാട് ചെടികളുണ്ട്. നോക്കി, വണ്ട്, നല്ല ഭംഗിയുള്ള വണ്ട് തേൻ കുടിക്കുന്നത്. നല്ല വെയിലിൻ്റെ ചൂട് വരുന്നുണ്ട്. നമ്മൾ പണ്ടൊക്കെ കാണുന്ന ഒരു ചെടിയില്ലേ ഇത്. ഇതിൻ്റെ 3 കളേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കണ്ടോ? നല്ല റെഡ്, പിന്നെ പനാമ റോസ് അറിയില്ലേ? നല്ല ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന മുല്ല. അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ജോൺ ക്രീപ്പർ. ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഫുൾ ടൈം ഫ്ലവറായി ഒരു പ്ലാന്റിൽ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത്. ഇതിന് സ്മെല്ലൊന്നുമില്ല. ഇത് നമ്മളെ കാറ്റ്സ് ഗ്ലോ. പിന്നെ ഡാലിയ. ഈ ഡാലിയ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. ഇതൊക്കെ ആളെ പറ്റിക്കുന്ന ചെടിയാണ്, പെട്ടെന്ന് ചീത്തയായി പോകും. തെച്ചി. ഇത് കണ്ടോ? ഒരു സുന്ദരി ഇവിടെ
നല്ല മുത്തുകളൊക്കെ ചാർത്തിയിട്ട് സുന്ദരിയായി നിൽക്കുന്നു. ഇതിൻ്റെ ജിഫി പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ സെയിലിന്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ എടുത്ത് ഇവിടുന്ന് പോവാണ്. ഇനി അടുത്ത ഗാർഡനിലേക്ക്, എന്തായാലും ഇതുവരെ വന്നില്ലേ, അപ്പം വേറെ ഗാർഡനിലേക്ക് പോവാണ് കേട്ടോ. ഇനിയിപ്പം വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ചെടിയും കൂടെ ഉണ്ടാവുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ വേറെ ഗാർഡനിലേക്ക്, തെറപ്പൽ നഴ്സറി പറയും കേട്ടോ. ഇവിടെ ഇതാ പെട്രി ഉണ്ട്, പിന്നെ യെല്ലോ മെലസ്റ്റോമ, കുറേ ചെടികളുണ്ട് കേട്ടോ. ഞാനതിൽ കുറച്ച് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കണ്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആർക്കെങ്കിലും പ്ലാൻസ് ഒക്കെ വേണമെങ്കിൽ പറയൂ കേട്ടോ. ഒരു പ്രശ്നം കൂടാതെ കേരളത്തിൽ എവിടേക്കും, കേരളത്തിൻ്റെ പുറത്തേക്കും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ല പാക്കിങ്ങിലെല്ലാം ഒരു കുഴപ്പം കൂടാതെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ട് തിരിച്ച് പോവാണ്. ഡിക്കിയിലും ഫ്രണ്ടിൽ ബാസ്ക്കറ്റിലും ഒക്കെ ചെടികളാണ്. അപ്പോൾ വഴിയിൽ നിന്ന് നമ്മൾ ജ്യൂസില്ലേ, കരിമ്പിൻ ജ്യൂസും കുടിച്ചിട്ട് ഇതാ വീട്ടിലെത്തി. ഇത്രയും ചെടികൾ ഞാൻ ഈ വണ്ടിയിൽ വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഡിക്കിയിലും ഈ ഫ്രണ്ടിൽ വെക്കുന്ന ആ ഒരു കൊട്ടയിലൊക്കെ ആയിട്ട് ഇത്രയും ചെടികൾ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ചൊക്കെ ഓർഡർ ഉണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടപ്പോൾ എടുത്തതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.